ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. നമുക്കൊരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്, നമ്മൾ പഠിച്ച ചാപ്റ്ററിലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലെ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കാം. ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ചെസ്റ്റർ റാക്കൂൺ എവിടെയാണ് നിൽക്കുന്നത്? ഫോറസ്റ്റിൻ്റെ എഡ്ജിൽ നിന്നിട്ട് കരയാണല്ലേ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹിസ് ടോൾഡ് ഹിസ് മദർ ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. അപ്പോൾ എന്താണ് നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ എന്ത് ചെയ്യാണ്? പറയുകയാണല്ലേ, അമ്മയോട് പറയുകയാണ് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലേക്ക് പോകേണ്ട. ഹി ടോൾഡ് ഹിസ് മദർ, അവൻ്റെ അമ്മയോട് പറഞ്ഞു. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്ന് പറയുകയാണല്ലേ. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, എനിക്ക് എൻ്റെ ടോയ്സ് ഉപയോഗിച്ച് കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്, എനിക്ക് എൻ്റെ ബുക്സ് വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്, എനിക്ക് എൻ്റെ സ്വിങ്ങിൽ ഊഞ്ഞാലിൽ ആടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു, ഞാൻ നിങ്ങളോട് കൂടി വീട്ടിൽ നിന്നോട്ടെ അമ്മയോട് ചോദിക്കുകയാണല്ലേ. മിസ്റ്റർ റാക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസ്ഡ് ഹിസ് ഇയർ. അപ്പോൾ മിസ്സസ് റാക്കൂൺ എന്ത് ചെയ്യാണ്? ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസ്ഡ് ഹിസ് ഇയർ, അവളുടെ അജമ്മ ചെസ്റ്റർ റാക്കൂണിൻ്റെ ചെവി ഇങ്ങനെ പിടിക്കുകയാണല്ലേ. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ വാസ് ചെസ്റ്റർ സ്റ്റാൻഡിങ്, ചെസ്റ്റർ എവിടെയാണ് നിൽക്കുന്നത്? ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ടല്ലേ, നോക്കൂ. ചെസ്റ്റർ റാക്കൂൺ സ്റ്റൂഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫോറസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. Where was Chester standing? The answer ഏതാ നമുക്ക്? Chester was standing at the edge of the forest. Okay. Then what did Chester not want to do? ചെസ്റ്ററിന് എന്താണ് ചെയ്യേണ്ട എന്ന് പറയുന്നത്? Chester did not want to go to school. അവന് സ്കൂളിൽ പോകണ്ട എന്നാണല്ലേ അവൻ പറയുന്നത്. Chester did not want to go to school. Then why did Chester want to stay home? എന്തുകൊണ്ടാണ് ചെസ്റ്റർ വീട്ടിൽ തന്നെ നിൽക്കാന്ന് പറയുന്നതല്ലേ. അങ്ങനെയാണ് അവൻ ആഗ്രഹിക്കുന്നത്, വീട്ടിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പറയുന്നത്. എന്തുകൊണ്ടാണ്? യെസ്, ചെസ്റ്റർ വാണ്ടഡ് ടു സ്റ്റേ ഹോം ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, ടോയ്സ് ആൻഡ് റീഡ് ഹിസ് ബുക്സ്. അവൻ്റെ ബുക്സ് വായിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനും ടോയ്സ് ഉപയോഗിച്ച് കളിക്കാനൊക്കെ ആണല്ലേ അവൻ എന്ത് പറയുന്നത്? അവന് വീട്ടിൽ നിന്നാൽ മതി എന്ന് പറയുന്നതല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ചെസ്റ്റർ വാണ്ടഡ് ടു സ്റ്റേ ഹോം ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, ടോയ്സ് ആൻഡ് റീഡ് ഹിസ് ബുക്സ്. The next question, how did Miss Raccoon comfort Chester? എങ്ങനെയാണ് മിസ് റാക്കൂൺ ചെസ്റ്ററിനെ കംഫോർട്ട് ആക്കിയത്, ആശ്വസിപ്പിച്ചത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയായിരുന്നു? യെസ്, മിസ്സസ് റാക്കൂൺ കംഫോർട്ടഡ് ചെസ്റ്റർ ബൈ ടേക്കിംഗ് ഹിസ് ഹാൻഡ് ആൻഡ് നസിൽ ഹിസ് ഇയർ. കൈ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? അവൻ്റെ ഇയറിൽ ഇങ്ങനെ നസിൽ ചെയ്യുകയാണല്ലേ, ഇങ്ങനെ ഇതാക്കുകയാണ്. അപ്പോഴാണ് എങ്ങനെ കംഫോർട്ട് ചെയ്യുന്നത് അല്ലേ, ചെസ്റ്റർ റാക്കൂണ് കംഫോർട്ട് ചെയ്യുന്നത്. ചെസ്റ്റർ റാക്കൂണിനെ കംഫോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് റാക്കൂൺ ചെയ്യുന്നല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? മിസ്സസ് റാക്കൂൺ കംഫോർട്ടഡ് ചെസ്റ്റർ ബൈ ടേക്കിംഗ് ഹിസ് ഹാൻഡ് ആൻഡ് നസിലിംഗ് ഹിസ് ഇയർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. ആക്ടിവിറ്റി 2. ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ ട്രെയിൻ ദ ടോയ്സ് ആൻഡ് ഡോൾസ് ആർ worried ബിക്കോസ് ദ ട്രെയിൻ സ്റ്റോപ്സ്. എന്താണ്? നമ്മുടെ ലിറ്റിൽ ട്രെയിൻ എന്ന സ്റ്റോറി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിലെന്താണ്? ടോയ്സ് ആൻഡ് ഡോൾസ് ആർ worried ബിക്കോസ് ദ ട്രെയിൻ സ്റ്റോപ്സ്. ട്രെയിന് സ്റ്റോപ്പായി നോക്കുമ്പം ഡോൾസും ടോയ്സൊക്കെ ആകെ വിഷമത്തിലാവുകയാണല്ലേ. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടോയ് ക്ലോൺ ആൻഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വെൻ ദേ മീറ്റ്. അപ്പോൾ ടോയ് ക്ലോണും ലിറ്റിൽ ബ്ലൂ എൻജിനും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവരെന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? ടോയ് ക്ലോണും ലിറ്റിൽ ബ്ലൂ എൻജിനൊക്കെ ഓർമ്മയുണ്ടല്ലോ കൂട്ടുകാർക്ക്. ഓക്കെ, അപ്പോൾ ടോയ് ക്ലോൺ എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ മാറ്റർ? അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക കൂട്ടുകാരെ? ഓക്കെ, നമുക്ക് കോൺവെർസേഷൻ നോക്കാം. ഒരു സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോയ് ക്ലോൺ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ മാറ്റർ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാണ് ദ ട്രെയിൻ ഹാസ് സ്റ്റോപ്പ് ആൻഡ് കനോട്ട് മൂവ്. ട്രെയിൻ എന്ത് ചെയ്യുന്നില്ല? സ്റ്റോപ്പായി മൂവ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണല്ലേ. അപ്പോൾ ടോയ് ക്ലോൺ ചോദിക്കുകയാണ് ക്യാൻ യു ഹെൽപ്പ് us പുൾ ദ ട്രെയിൻ. ഞങ്ങളെന്ത് ട്രെയിനെ പുൾ ചെയ്യാൻ വേണ്ടിയിട്ട് വലിക്കുന്നതിന് വേണ്ടി സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്താ പറഞ്ഞത്? ഐ വിൽ ട്രൈ. ഐ ആം നോട്ട് വെരി ബിഗ്. ഐ വിൽ ട്രൈ, ഞാൻ ശ്രമിക്കാം, പക്ഷെ എന്താണ്, ഞാൻ അത്ര വലുതൊന്നും അല്ല എന്ന് ആര് പറയും? ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയല്ലേ. അപ്പോൾ ടോയ് ക്ലോൺ പറയാണ് വി കുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ് ഹെൽപ്പ്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് വളരെയധികം നന്ദിയുള്ളവരായിരിക്കും എന്ന് പറയുകയാണല്ലേ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിന് പറയാണ് ഐ തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പം ഞാൻ വിചാരിക്കുന്നു എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ ടോയ് ക്ലോൺ എന്താ പറയുന്നത്? താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് അസ് എന്നാണ്.
ഞങ്ങളെ സഹായിച്ചതിന് വളരെയധികം നന്ദി. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ടോയ്ക്ലോണും ലിറ്റിൽ ബ്ലൂ എഞ്ചിനും കൂടി സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പം ഇത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഈ കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. ഇതേപോലെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, ഇതിനടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 3, പ്രിപ്പയർ എ റിഡിൽ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ടോപ്പിക്സ്. ഇവിടെ 3 ടോപ്പിക്സ് നൽകിയിട്ടുണ്ട്. സ്കൈ ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ ഇവ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഉത്തരമായി വരുന്ന ഒരു റിഡിൽ തയ്യാറാക്കാനാണ്. സ്കൈ ആകാശം ഉത്തരമായി വരുന്ന റിഡിലും മൊബൈൽ ഫോൺ ഉത്തരമായിട്ട് വരുന്ന റിഡിലും സി ഉത്തരമായി വരുന്ന റിഡിലും നിങ്ങൾ തയ്യാറാക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സ്കൈയെ കുറിച്ചിട്ടുള്ളതാണ്. എന്ത് എഴുതാം? ഐ ആം ബ്ലൂ ഇൻ ദ ഡേ ടൈം ആൻഡ് ഡാർക്ക് അറ്റ് നൈറ്റ്. ഞാൻ പകൽ എന്തായിരിക്കും, ബ്ലൂ ആയിരിക്കും, നൈറ്റിൽ ഡാർക്ക് ആയിരിക്കും. വാട്ട് ആം ഐ? ആൻസർ എന്താ? സ്കൈ അല്ലേ. ഓക്കെ, ഇനി മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് എഴുതാം. ഐ റിംഗ് വെൻ യു കോൾ, ഐ ഹെൽപ്പ് യു ടോക്ക്. വാട്ട് ആം ഐ? ഞാൻ നിങ്ങൾ ബെല്ല് ചെയ്യുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ബെല്ലടിക്കും. ഐ ഹെൽപ്പ് യു ടോക്ക്, നിങ്ങളെ സംസാരിക്കാൻ സഹായിക്കും. വാട്ട് ആം ഐ? ഞാൻ എന്താണ്? യെസ്, മൊബൈൽ ഫോൺ അല്ലേ. സി ദെൻ ഐ ആം വാസ്റ്റ് ആൻഡ് ബ്ലൂ. ഞാൻ വാസ്റ്റും വളരെ വിശാലവുമാണ്, ബ്ലൂ കളറാണ് അല്ലേ. വിത്ത് വേർഡ്സ് ദാറ്റ് ഫ്ലോ. വാട്ട് ആം ഐ? ഞാൻ ആരാണ്? യെസ്, സി അല്ലേ. അപ്പം ഇതുപോലെ സ്കൈയും മൊബൈൽ ഫോണും സിയും ഉത്തരമായി വരുന്ന ഓരോ റിഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. ഇമാജിൻ യു ആർ ജസ്റ്റർ ഫ്രം ദ കിസിംഗ് ഹാൻഡ്. റൈറ്റ് എ ലെറ്റർ ടു എ ഫ്രണ്ട് ഡിസ്ക്രൈബിങ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ ആൻഡ് ഹൗ യുവർ മദർ സീക്രട്ട് ഹെൽപ്ഡ് യു ഫീൽ ബെറ്റർ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കിസിംഗ് ഹാൻഡിലെ ജസ്റ്ററാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് എ ലെറ്റർ ടു എ ഫ്രണ്ട് ഡിസ്ക്രൈബിങ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ ആൻഡ് ഹൗ യുവർ മദർ സീക്രട്ട് ഹെൽപ്പ് യു ഫീൽ ബെറ്റർ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അമ്മ, അതായത് ജസ്റ്ററിൻ്റെ അമ്മ, നിങ്ങളിപ്പോൾ ആരാണ്? ജസ്റ്ററാണല്ലേ. അപ്പോൾ നമ്മുടെ ജസ്റ്ററിൻ്റെ അമ്മ അവനോട് എന്ത് ചെയ്യുന്നുണ്ട്? സീക്രട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സീക്രറ്റ് അവനെ എത്രമാത്രം ബെറ്റർ, അവൻ്റെ ഫീലിങ്സ് ബെറ്റർ ആക്കി, അവനെ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടല്ലേ. അവൻ ഫസ്റ്റ് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, സ്കൂളിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അമ്മ സീക്രറ്റ് പറഞ്ഞതിന് ശേഷമാണല്ലേ അവൻ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഡേയിൽ അവനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടല്ലോ. അവൻ ഫീൽ, അതായത് ഒന്നുകൂടി അവൻ്റെ ഫീലിങ്സ് ബെറ്റർ ആക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനൊരു ലെറ്റർ എഴുതുക. അതിപ്പോൾ നിങ്ങൾ ആരാണ്? ജസ്റ്ററാണ്. അപ്പോൾ ജസ്റ്റർ അവൻ്റെ ഫ്രണ്ടിന് എഴുതുന്നൊരു ലെറ്ററാണ് നിങ്ങളിപ്പോൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, സാമ്പിൾ ലെറ്റർ നോക്കാം. ഡിയർ ഫ്രണ്ട്, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നീ സുഖമായിട്ടിരിക്കുമെന്ന് കരുതിയിരുന്നോ? ഐ വാണ്ട് ടു ഷെയർ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ വിത്ത് യു. നിന്നോട് എന്ത് ചെയ്യാനാണ്? എൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്. ഐ വാസ് വെരി നെർവസ് ആൻഡ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ലീവ് മൈ മം. ഞാൻ വളരെയധികം നെർവസ് ആയിരുന്നു. എനിക്ക് എന്ത് ചെയ്യുന്നു? മമ്മിനെ വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഷീ ഷെയർഡ് എ സ്പെഷ്യൽ സീക്രറ്റ് വിത്ത് മീ കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അപ്പോൾ എന്താണ് അവൾ എന്നോട്, അതായത് അമ്മ എനിക്ക് ഒരു സീക്രറ്റ് ഷെയർ ചെയ്ത് തന്നു. കിസ്സിങ് ഹാൻഡ് എന്നൊരു സീക്രറ്റ്. ഷീ കിസ്ഡ് മൈ പാം ആൻഡ് ടോൾഡ് മീ ദാറ്റ് വെനെവർ ഐ ഫീൽ ലോൺലി ഐ ക്യാൻ പ്രസ് മൈ ഹാൻഡ് ടു മൈ ചീക്ക് ആൻഡ് ഐ വിൽ ഫീൽ ഹെർ ലവ്. അപ്പോൾ എന്തായിരുന്നു ആ സീക്രറ്റ് എന്ന് എഴുതാം അല്ലെ. നെക്സ്റ്റ് ഷീ കിസ്ഡ് മൈ പാം. അവൾ എന്ത് ചെയ്തു? അമ്മ എൻ്റെ കയ്യിൽ ഉമ്മ വെച്ചു അല്ലേ, ഉള്ളം കയ്യിൽ ഉമ്മ വെച്ചു. ആൻഡ് ടോൾഡ് മീ ദാറ്റ് വെനെവർ ഐ ഫീൽ ലോൺലി ഐ ക്യാൻ പ്രസ് മൈ ഹാൻഡ് ടു മൈ ചീക്ക് ആൻഡ് ഫീൽ ഹെർ ലവ്. ദിസ് മെയ്ഡ് മീ ഫീൽ മച്ച് ബെറ്റർ ആൻഡ് ഐ വാസ് ഏബിൾ ടു എൻജോയ് മൈ ഡേ അറ്റ് സ്കൂൾ. ഇതൊക്കെ എന്താണ്? എന്നെ ഫീൽ ബെറ്റർ ആക്കിയല്ലേ. അപ്പം ഐ വാസ് ഏബിൾ ടു എൻജോയ് മൈ ഡേ അറ്റ് സ്കൂൾ. എനിക്കതുകൊണ്ട് തന്നെ എന്താണ്? ഫസ്റ്റ് ഡേയിൽ സ്കൂൾ വളരെയധികം എൻജോയ് ചെയ്യാൻ സാധിച്ചു. ഐ ഈവൻ മെയ്ഡ് ന്യൂ ഫ്രണ്ട്സ്. ഞാൻ പുതിയ ഫ്രണ്ട്സിനെയും കൂടി ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതാലോ. ദെൻ യുവേഴ്സ് ട്രൂലി ജസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ലെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ നമുക്ക്. ഓക്കെ, നോക്കാം. ആക്ടിവിറ്റി 5, read the following sentence carefully. There are errors in it. Identify then correct them. എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കിവിടെ നോക്കിയൊക്കെ ഇവിടെ എന്ത് നൽകിയിട്ടുണ്ട്? ഇവിടെ കുറച്ച് നമ്മുടെ സ്റ്റോറിയിൽ കുറച്ച് ഇവൻറ്റ്സ് നൽകിയിട്ടുണ്ട് അല്ലേ. There are errors in them. കുറച്ച് എന്തുണ്ട് അതിൽ? എറേഴ്സ് ഉണ്ട്, തെറ്റുകളുണ്ട് അല്ലേ. ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് them. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്തിട്ട് എഴുതണം അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധയോട് കൂടി വായിച്ച് നോക്കാം. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രൈഡ് ടു ഹെൽപ്പ് ദ ട്രെയിൻ. ഓൺ എ വെരി റെയിനി ഡേയ്സ് വി സ്റ്റേ ഹോം. ജസ്റ്റർ ആൻഡ് ഹിസ് ഫ്രണ്ട് ഗോ ടു സ്കൂൾ ടുഗദർ. Mr. Raccoon kissed his hands before sending him off. The boys and girls was happy to see the
ടോയ്സ്. അപ്പോൾ ഇതിൽ കുറേ എറേഴ്സ് ഉണ്ട്, ഓരോ സെൻറ്റൻസിൽ എറേഴ്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ എഡിറ്റ് ചെയ്ത് ശരിയായ രീതിയിൽ എഴുതിയാലോ. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രൈഡ് ടു ഹെൽപ്പ് ദ ട്രെയിൻ എന്ന് നമുക്ക് നോക്കിക്കേ. ട്രൈഡ് എന്നുള്ള സ്പെല്ലിംഗ് എന്താണ്, തെറ്റാണ് അല്ലേ. അപ്പോൾ കറക്റ്റ് ചെയ്ത് എഴുതാം. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രൈഡ് ടു ഹെൽപ്പ് ദ ട്രെയിൻ. അപ്പോൾ ഇതുപോലെയാണ് ശരിയാക്കി എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഓൺ എ വെരി റെയിനി ഡേയ്സ് വി സ്റ്റേ അറ്റ് ഹോം. അതെങ്ങനെ നമുക്ക് ശരിയാക്കി എഴുതാം. ഓൺ വെരി റെയിനി ഡേയ്സ് വി സ്റ്റേ ഹോം അല്ലേ. വി സ്റ്റേ ഹോം. ദെൻ ജസ്റ്റ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഗോ ടു സ്കൂൾ ടുഗദർ. അവിടെ നോക്കിക്കേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ എഴുതേണ്ടത്, ജസ്റ്റർ ആൻഡ് ഹിസ് ഫ്രണ്ട് ഗോ ടു സ്കൂൾ ടുഗദർ. ദെൻ മിസ്റ്റർ റാക്കൂൺ കിസ്ഡ്. അപ്പോൾ നോക്കിക്കേ ഹിസ് എന്നുള്ള തെറ്റാണ് അല്ലേ. അതെങ്ങനെ ശരിയാക്കി എഴുതും നമുക്ക്. മിസ്റ്റർ റാക്കൂൺ കിസ്ഡ് ഹിസ് ഫ്രണ്ട് ബിഫോർ സെൻഡിങ് ഹിം ഓഫ്. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വാസ് ഹാപ്പി ടു സീ ദ ടോയ്സ്. ഇവിടെ നോക്കിക്കേ തെറ്റുണ്ടല്ലേ, അവിടെ വേറാണല്ലേ വരേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ദ ബോയ്സ് ആൻഡ് ഗേൾസ് were happy to see the toys. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്തിട്ട് ഓരോന്നും എഴുതുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 6 ഡിസ്ക്രൈബ് വാട്ട് ജസ്റ്റർ റാക്കൂൺ മൈറ്റ് സീ ആൻഡ് ഫീൽ വെൻ ഹെർ ഫസ്റ്റ് എൻറ്റേഴ്സ് ഹിസ് സ്കൂൾ. ഹി ഫസ്റ്റ് എൻറ്റേഴ്സ് ഹിസ് സ്കൂൾ. യൂസ് യുവർ ഇമാജിനേഷൻ ടു ഡീറ്റെയിൽ ഹിസ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. എന്ത് ചെയ്യാണ്, ജസ്റ്റർ റാക്കൂൺ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡേ അവൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ അവിടെ കടന്ന് ചെല്ലുമ്പോൾ അവൻ്റെ ഉണ്ടാകുന്ന ഫീലിങ്സും അവൻ്റെ തോട്ട്സും ഇമോഷൻസും ഒക്കെ എന്തൊക്കെയായിരിക്കും. അതായത് ഇവിടെ എഴുതാൻ പറഞ്ഞാൽ എന്താണ്, തോട്ട്സ് ആണല്ലേ. അവൻ എന്തൊക്കെയായിരിക്കും ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. നിങ്ങളും പുതിയ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ന്യൂ സ്കൂളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, വളരെ നെർവസ് ആയിരിക്കും. അതുപോലെ അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്കൊരു തോട്ട് വരും അല്ലേ. അപ്പോൾ അത് എന്തൊക്കെയായിരിക്കും എന്നാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ആൻസർ നോക്കാം. വെൻ ജസ്റ്റ് ഫസ്റ്റ് എൻറ്റേഴ്സ് ഹി സ്കൂൾ ഹി ഫീൽസ് ബോത്ത് നെർവസ് ആൻഡ് ക്യൂരിയസ് ആവും അല്ലേ. ദ ഹാൾവേ ഈസ് ബിഗ് ഫുൾ ഓഫ് ന്യൂ ഫേസസ്. ഇങ്ങനെയായിരിക്കും, പുതു പുതു മുഖങ്ങളായിരിക്കുമല്ലോ. ഓക്കെ, ദെൻ ഹി നോട്ടീസസ് കളർഫുൾ പോസ്റ്റേഴ്സ് ഓൺ ദ വാൾസ് ആൻഡ് ഹിയേഴ്സ് ദ ചാറ്റർ ഓഫ് ചിൽഡ്രൻ. അവൻ എന്ത് കണ്ടു, കളർഫുൾ പോസ്റ്റേഴ്സ് കണ്ടു ഓൺ ദ വാൾസ് അല്ലേ. വാൾസിലൊക്കെ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പോസ്റ്റേഴ്സ്. ആൻഡ് ഹിയേഴ്സ് ദ ചാറ്റർ ഓഫ് ചിൽഡ്രൻ. അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു കലബല ശബ്ദം ഉണ്ടാവും അല്ലേ. ഹിസ് ഹാർട്ട് ബീറ്റ്സ് ഫാസ്റ്റ് ബട്ട് ദ റിമെമ്പേഴ്സ് ഹിസ് മദേഴ്സ് കിസ്. അവൻ്റെ ഹാർട്ട് ബീറ്റ് എന്താണ്, ഇങ്ങനെ ഫാസ്റ്റ് ആവാൻ തുടങ്ങിയല്ലേ. പക്ഷേ ആ സമയത്ത് അവൻ എന്ത് ഓർമ്മ വന്നു, ഹിസ് മദേഴ്സ് കിസ്, അവൻ്റെ അമ്മയുടെ കിസ് ഓർമ്മ വന്നു. ദിസ് മേക്സ് ഹിം ഫീൽ എ ബിറ്റ് ബെറ്റർ ആൻഡ് ഹി സ്റ്റാർട്ട് ടു ലുക്ക് അറൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ് തിങ്കിങ് അബൌട്ട് ഓൾ ന്യൂ ഫ്രണ്ട്സ് ഹി മൈറ്റ് മേക്ക്. അപ്പോൾ ഇതൊക്കെയായിരിക്കും അല്ലേ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവൻ്റെ തോട്ട്സും ഇതുപോലെ തന്നെ അവൻ്റെ ഇമോഷൻസൊക്കെ എന്തൊക്കെയായിരിക്കുമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇനി ആക്ടിവിറ്റി 7 നോക്കാം നമുക്ക്. ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേസ് ഐ തിങ്ക് ഐ ക്യാൻ. ക്രിയേറ്റ് എ ഇൻസ്പിറേഷണൽ പോസ്റ്റർ യൂസിങ് ദിസ് ഫ്രേസ്. യുവർ പോസ്റ്റർ ഷുഡ് ഇൻക്ലൂഡ് ഡ്രോയിങ് ആൻഡ് മോട്ടിവേഷണൽ മെസ്സേജ് ടു എൻകറേജ് അതേഴ്സ്. അപ്പോൾ നമ്മൾ ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ ബ്ലൂ എൻജിൽ അവൻ എന്ത് പറയുന്നുണ്ട്, ഐ തിങ്ക് ഐ ക്യാൻ എന്നിങ്ങനെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ക്രിയേറ്റ് എൻ ഇൻസ്പിറേഷണൽ പോസ്റ്റർ യൂസിങ് ദിസ് ഫ്രേസ്. അപ്പോൾ ഈ ഫ്രേസ് ഉപയോഗിച്ച്, അതായത് ഐ തിങ്ക് ഐ ക്യാൻ എന്ന ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇൻസ്പിറേഷണൽ പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ പറഞ്ഞത്. Okay, your poster should include drawings and motivational message to encourage others. അപ്പം നമ്മുടെ പോസ്റ്ററിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡ്രോയിങ്സ് അതായത് ചിത്രങ്ങളൊക്കെ വേണം, അതുപോലെ തന്നെ മോട്ടിവേഷണൽ മെസ്സേജ് എൻകറേജ് ടു അതേഴ്സ്, അതായത് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ സാധിക്കുന്ന മോട്ടിവേഷണൽ മെസ്സേജ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പോസ്റ്റർ തയ്യാറാക്കാൻ. അപ്പോൾ ആ പോസ്റ്ററിൽ നമ്മൾ എങ്ങനെ എഴുതാം, ഓൺ ദ പോസ്റ്റർ റൈറ്റ് ഐ തിങ്ക് ഐ ക്യാൻ ഇൻ ബിഗ് ബോൾഡ് ലെറ്റേഴ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരയ്ക്കുക, അതിലെന്ത് ചെയ്യുക, ബോൾഡ് ലെറ്റേഴ്സിൽ ഐ തിങ്ക് ഐ ക്യാൻ എന്ന് എഴുതുക. എന്നിട്ട് ഡ്രോ എ പിക്ചർ ഓഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുള്ളിങ് ദ ട്രെയിൻ അപ്പ് എ സ്റ്റീപ്പ് ഹിൽ വിൻഡ് ഡിറ്റർമൈൻഡ് എക്സ്പ്രഷൻ. എന്ത് ചെയ്യുക, ചിത്രമൊക്കെ വരച്ചു കൊടുക്കുക. ദെൻ ബിലോ ദ ഡ്രോയിങ് ആൻഡ് മെസ്സേജ് ലൈക്ക്, അതിൻ്റെ താഴെയായിട്ട് ചിത്രം വരച്ചതിൻ്റെ താഴെയായിട്ട് എന്ത് എഴുതുക, ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു ക്യാൻ അച്ചീവ് എനിത്തിങ്. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക, നിങ്ങൾക്ക് എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലൊരിതും കൂടി എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.